ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വഇസ്മൻ മുബീന. നമ്മൾ അർത്ഥം പറഞ്ഞു വെച്ചു. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വസിച്ചവർ പുരുഷന്മാർ, വിശ്വസിച്ച സ്ത്രീകൾ, മുഅ്മിനുകളെയും മുഅ്മിനത്തുകളെയും ദ്രോഹിക്കുന്നവർ. വല്ലദീന യുഅ്ദൂൻ, ദ്രോഹിക്കുന്നവർ. ഈ മുഅ്മിനീങ്ങളെയും മുഅ്മിനത്തുകളെയും ദ്രോഹിക്കുന്നത് ബിഗൈരി മക്തസബു. എന്താ ബിഗൈരി മക്തസബു? ഇക്തസബ് പറഞ്ഞാൽ സമ്പാദിച്ചു, മക്തസബു എന്ന് പറഞ്ഞാൽ സമ്പാദിച്ചൊന്ന്. മായും ഇക്തസബു ഉണ്ടല്ലോ, അത് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ക്രിയാധാതുവിൻ്റെ അർത്ഥമാണ് ഇക്തിസാബുഹും. ഇക്തിസാബുഹും എന്ന അർത്ഥത്തിൽ. മക്തസബു എന്ന് പറഞ്ഞാൽ അവർ സമ്പാദിച്ച അതെന്ന് പറഞ്ഞാൽ അവരുടെ സമ്പാദ്യം. ബിഗൈരി മക്തസബു പറഞ്ഞാൽ ബിഗൈരി പിന്നെ ഇക്തിസാബിഹിം, അവരുടെ സമ്പാദ്യമല്ലാത്തതിൽ അവരെ ദ്രോഹിച്ചാൽ. അപ്പോൾ അവരുടെ സമ്പാദ്യമായതിൽ അവരെ ദ്രോഹിക്കുക എന്നുള്ളതുണ്ടാവും. അതെങ്ങനെ? മുഅ്മിനുകളെയും മുഅ്മിനത്തുകളെയും ദ്രോഹിക്കാൻ പാടുള്ളതല്ല. അതാണ് ഇവിടെ പറയുന്നത്. വല്ലവരങ്ങനെ ദ്രോഹിച്ചാൽ ബിഗൈരി മക്തസബു, മാ മസ്തരിയ എന്ന് പറയും. ഇക്തസബു, അവർ സമ്പാദിച്ചു, അവർ നേടിയതാണ്. കസബ ഇക്തസബ, സമ്പാദിച്ചു, ശേഖരിച്ചു അർത്ഥം. തലബുർ റിസ്ക്, അന്നമന്വേഷിക്കുക, അതാണ് കസ്ബ്. അപ്പോൾ ഇത് ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഇക്തിസാബുഹും എന്നാണ്. ഇക്തിസാബുഹും, അവരുടെ സമ്പാദ്യം. അപ്പോൾ ബിഗൈരി മക്തസബ് എന്ന അവരുടെ സമ്പാദ്യമല്ലാത്തതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ ആയത്ത് ഓതി, വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പോൾ ഉമറിനോട് ചോദിച്ചു, ഉമ്മാ യുബ്കീക്, അമീറുൽ മുഅ്മിനീൻ എന്തിനാണ് നിങ്ങൾ കരയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് ആദൈതുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഞാൻ കുറേ വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചിലരെ ശിക്ഷിച്ചിട്ടുണ്ട് ചില വിഷയങ്ങളിലൊക്കെ. അപ്പോൾ ഉമറിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ആദൈത ലിതുഅല്ലിമ വലിതുഖവ്വിം, നിങ്ങൾ ദ്രോഹിച്ചത് ലിതുഅല്ലിം, ആളുകളെ പഠിപ്പിക്കാനാണ്, വതുഖവ്വിം, ആളുകളെ നേരെയാക്കാനാണ്. അത് അമീറുൽ മുഅ്മിനീൻ്റെ ദൗത്യമാണ്. നേരെയാക്കാനും അതേപോലെ ആളുകളെ പഠിപ്പിക്കാനാണ് താങ്കൾ എന്ത് ചെയ്തത്, ദ്രോഹിച്ചത്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ പരിധിയിൽപ്പെടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ബിഗൈരി മക്തസബു എന്നാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു വളരെ ആശ്വാസമായി അദ്ദേഹം ചിരിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദാനി യഅ്തിയാനിഹ മിൻകും ഫആദൂഹുമ. വല്ലദാനി യഅ്തിയാനിഹ, നിങ്ങളിൽ രണ്ട് പേർ, യഅ്തിയാനിഹ മിൻകും, ആ നീചവൃത്തി കൊണ്ടുവരികയാണെങ്കിൽ, വ്യഭിചാരത്തെക്കുറിച്ച് പറയാണ്. വല്ലദാനി യഅ്തിയാനിഹ മിൻകും, നിങ്ങളിൽ നിന്ന് രണ്ട് പേർ ആ നീചവൃത്തി കൊണ്ടുവരികയാണ് എങ്കിൽ ഫആദൂഹുമ. എന്താ ഫആദൂഹുമ എന്ന് പറഞ്ഞാൽ നിങ്ങളവരെ ഉപദ്രവിച്ചോളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഫആദൂഹുമ, അല്ലാഹു ഉപദ്രവിക്കാൻ പറയാണ്. ആരെ? വ്യഭിചാര കുറ്റം ചെയ്ത ആണിനെയും പെണ്ണിനെയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ദ്രോഹിക്കാൻ. ആരെ? വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും ദ്രോഹിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കണ്ടോടത്തുനിന്നൊക്കെ കല്ലെറിയുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. ഇസ്ലാമിക ശിക്ഷാ കോടതി ഉണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയമാണ്. അത് ശിക്ഷ നടപ്പിലാക്കൽ ഇങ്ങനെ തൂവൽ സ്പർശം നടത്തല അല്ല. റിമീനി ബിൽ ഹിജാറ, ഹിജാറത്തോണ്ട് എന്നെ എറിയൂ എന്നല്ല പറഞ്ഞത്, മായിസ്. അപ്പോൾ അത് പിന്നെ നല്ല നോവേറ്റുന്ന പ്രയോഗമാണ് പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും അദൂഹുമ, നിങ്ങൾ ദ്രോഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദ്രോഹിക്കാനാണ് പറഞ്ഞത്. അത് ഏത് വിഷയമായതുകൊണ്ടാണ്? ബിഗൈരി മക്തസബു ആണ്, ബിഗ് മക്തസബു ആണ്. അബിമക്തസബു, അവർ അവർക്കായി സമ്പാദിച്ചതിൻ്റെ വിഷയത്തിലാകുമ്പോൾ മുഅ്മിനാണെങ്കിലും മുഅ്മിനത്താണ്. മായിസ് മുഅ്മിനാണ്, ഗാമിദിയ മുഅ്മിനത്താണ്. അവർ ദ്രോഹിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് ദ്രോഹിക്കപ്പെട്ടത്? പിന്നെ അവർ സമ്പാദിച്ചതിൻ്റെ വിഷയത്തിലാണ്. കട്ടവൻ്റെ കൈകൊത്തും ഇസ്ലാമിക ശിക്ഷാ കോടതി, അല്ലേ?
അത് അവർ സമ്പാദിച്ചതിൻ്റെ തിക്തഫലാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി ഇക്തസബു എന്നുള്ളത് ഇവിടെ പ്രധാനമാണ്. അവർ സമ്പാദിച്ചതല്ലാത്തതിൻ്റെ പേരിൽ ദ്രോഹിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ദ്രോഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ ദ്രോഹം വല്ലദീന യുഊദൂൻ, ആ ദ്രോഹം വാക്കാലുണ്ട് അല്ലേ, ആ ദ്രോഹം പ്രവൃത്തിയാലുണ്ട് അല്ലേ, ആ ദ്രോഹം പിന്നെ വിചാരം, മനസ്സിൻ്റെ വിചാരം, ഒരു ദുർവിചാരം വെച്ച് പുലർത്തൽ ദ്രോഹിക്കലാണ്. ഒരാൾ മനസ്സുകൊണ്ട് ദുർവിചാരം വെച്ച് പുലർത്തൽ ദ്രോഹമാണ്. ഗീബത്ത്, മനസ്സുകൊണ്ടുള്ള ഗീബത്ത് പരദൂഷണമാണ്. ഒരാളെക്കുറിച്ച് ദുർവിചാരം പുലർത്താൻ. എന്താ ഈ ഗീബത്ത്? അന്യരെ കുറിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ് ഗീബത്ത്. അത് അയാളുണ്ടെങ്കിലും ശരി, അയാൾക്ക് പറയുന്നത് ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡം. അയാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അയാളെക്കുറിച്ച് പറയുന്നത് ഗീബത്താണ്. ചിലപ്പോൾ അയാളിലുള്ളതായിരിക്കും, പക്ഷെ എന്നാലും അത് ഗീബത്താണ്, പരദൂഷണമാണ്. അത് ശവം തിന്നുന്നതിന് തുല്യമാണ്. നസ്ലാസ്ലം തങ്ങൾ ഈ ഗീബത്തിൻ്റെ ആളുകളാണ് ഇങ്ങനെ മാംസം പിന്നെ മാന്തി പുലർത്തുന്ന ആ വിഷയം കണ്ടത് മെഹറാജിൻ്റെ രാവിൽ. ഒരാളെക്കുറിച്ച് നമ്മൾ ആരോടും പറയുന്നില്ല അയാളെക്കുറിച്ച് ദോഷവും അനിഷ്ടമൊന്നും, പക്ഷെ നമ്മൾ അയാളെക്കുറിച്ച് ദുർവിചാരം വെച്ച് പുലർത്താനെങ്കിൽ അത് കൽബിൻ്റെ ഗീബത്താണ്, ഹൃദയം കൊണ്ടുള്ള ഗീബത്താണ്. അല്ല രണ്ടും പാടുള്ളതല്ല. അയാൾക്ക് അനിഷ്ടമാണോ ദുർവിചാരം പാടില്ല അയാളെക്കുറിച്ച്. തയ്യബ്. അപ്പോൾ വാക്കാൽ, പ്രവൃത്തിയാൽ, മനസ്സാൽ ഒക്കെ എന്ത് വരും? ഇതാ വരും. ഇമാം മാലിക് മുവത്തയിൽ ഇബ്നു ഉമറിൻ്റെ ഒരു പ്രവൃത്തി പറയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു വ്യക്തി വന്നപ്പോൾ അയാളോട് ഇബ്നു ഉമറിന് എന്തോ ഒരു കാര്യം പറയണം, ഒരു സ്വകാര്യം. അപ്പോൾ അയാളാണെങ്കിൽ പോവുകയാണ്. അയാൾ പോയിരുന്നെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇബ്നു ഉമർ എന്ത് ചെയ്തു എന്നാണ്, സൂക്കിൽ നിന്ന് നാലാമതൊരാളെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ആ നാലാമനെയും ഇബ്നു ഉമർ ഇപ്പോൾ സംസാരിക്കുന്ന ആളെയും എന്ത് ചെയ്ത് സംസാരിക്കാൻ വിട്ടിട്ട് അയാളോട് എന്ത് ചെയ്തു, ഉമർ സ്വകാര്യം പറഞ്ഞു എന്നാ. അതെന്തിനാ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് മൂന്നാമനെ തനിച്ചാക്കിയിട്ട് രണ്ടാൾ സ്വകാര്യം പറയാൻ പാടില്ല. അതിൽ മൂന്നാമതൊരാളെ തനിച്ചാക്കിയിട്ട്. കാരണം ഈ സ്വകാര്യം അയാൾക്ക് ഉപദ്രവമാകും, അയാളെ ദുഃഖിപ്പിക്കും, വിഷമിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ഇബ്നു ഉമർ സംസാരിക്കാൻ വേറൊരാളോട് എന്ത് ചെയ്യണം, സ്വകാര്യം പറയും വേണം. അപ്പോൾ ഇബ്നു ഉമർ എന്താ ചെയ്തത്, നാലാമതൊരാളെ വിളിച്ചിട്ട് ഇയാളെ ഏൽപ്പിച്ചിട്ടാണ് സ്വകാര്യം പറഞ്ഞത്. അത്ര സൂക്ഷ്മതയായിരുന്നു പൂർവികർക്ക്. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് തന്നെ പിന്നെ മുഅ്മിനുകൾ, മുഅ്മിനത്തുകൾ അവരുടെ ചെയ്തിയല്ലാത്തതിൽ അവരെ ദ്രോഹിക്കുന്നവർ, അത് വാക്കാൽ, പ്രവൃത്തിയാൽ, മനസ്സാൽ, അതിന് ഗീബത്തായാലും നമീമത്തായാലും അതേപോലെ തന്നെ വ്യാജമായാലും ദുർവിചാരമായാലും എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഖദ് ഇഹ്തമലു ബുഹ്താനൻ വ ഇസ്മൻ മുബീന. ഇഹ്തമല എന്ന് പറഞ്ഞാൽ എന്താ? ഹമല എന്ന് പറഞ്ഞാൽ വഹിച്ചു, ഏറ്റി എന്നാണ് അല്ലേ? വഹിച്ചു, ഏറ്റി, ഹമല. ഇവിടെ ഇഹ്തമലാണ്. അപ്പോൾ ആ ഏറ്റലുണ്ടല്ലോ, അത് കുറച്ച് ലോഡ്, ഭയങ്കര ലോഡാണ്. ഫഖദ് ഇഹ്തമലു, അവർ ഭാരിച്ച ലോഡാണ് വഹിക്കുന്നത് എന്നാണ്. പക്ഷേ ആ ലോഡ് ഏതാണ്? അതൊന്ന് ബുഹ്താനാണ്. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ അൽ-ഫിഅലു ശനിയ, ഏറ്റവും വർജ്യമായ പ്രവൃത്തി, കാര്യം. അൽ-അംറു ശനിയ. വ ഇസ്മൻ മുബീന, വ്യക്തമായ കുറ്റം, പാപം. അതാണ് ഒരാൾ ഏറ്റുന്നത് എന്നാണ് പറയുന്നത്. ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മൻ മുബീന. പരലോകത്തേക്കുള്ള യാത്രയിൽ അയാൾ തൻ്റെ മുതുകിൽ ഏറ്റിപ്പോണത് പൊടിയ, വളരെ വഷളമായ, മോശമായ കാര്യമാണ്. അതാണ് ബുഹ്താൻ. അൽ അംറു ശനിയ വ ഇസ്മൻ മുബീന, വ്യക്തമായ പാപം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഈ ഒരു ഉപദ്രവത്തിൻ്റെ വിഷയം. അതെന്തായാലും, എന്ത് നിലക്കായാലും.
ചിലർ സാമ്പത്തികമായിട്ട്, ചിലർ ശാരീരികമായിട്ട്, ചിലർ മാനസികമായിട്ട് ഒക്കെ അതിൻ്റെ ഈ ഉപദ്രവം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഖുത്ബയിൽ പറഞ്ഞില്ലേ, ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ നിവേദനം ചെയ്യുന്നൊരു ഹദീസ്, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാണ്, തുർഫഉ ലിറജുലി സഹീഫത്തുൻ, ഒരു വ്യക്തിക്ക് യൗമൽ ഖിയാമ അന്ത്യം നാളിൽ ഒരു സഹീഫത്ത് കൊടുക്കുന്നതാണ്. സഹീഫത്ത് ഈ തുർഫഉ എന്ന് പറയാൻ കാരണം ജനസാഗരല്ലേ. ജനസാഗരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ആദം നബി മുതൽ അന്തിമ മനുഷ്യൻ വരെയാണ് മഹ്ശറിലുള്ളത്. അപ്പോൾ അത് നോക്കി, അത് ജനസാഗരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ജനസാഗരം, മാനവർ മുഴുവൻ അണിനിരക്കുന്ന പരലോകത്ത് തുർഫഉ എന്നാണ്, എല്ലാവരും കാണി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ കർമ്മരേഖ എല്ലാവരും കാണെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഫദന്ന അന്നഹു നാജിൻ, അയാളുടെ കർമ്മരേഖ കാണുമ്പോൾ അയാൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ, അയാൾ രക്ഷപ്പെട്ടു. കാരണം അത്രയും നല്ലത് മാത്രമാണ്, അയാളുടെ നന്മകൾ മാത്രമുള്ള ഏടാ കൊടുക്കുന്നത്. അപ്പോൾ അയാൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കുന്നതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫതത്ബഉഹു മദാലിമു ബനി ആദം, അയാൾ മനുഷ്യരോട് ചെയ്ത അന്യായങ്ങൾ വരാൻ തുടങ്ങുന്നതാണ്. ഈ കർമ്മരേഖ കിട്ടിയതിന് ശേഷം പിന്നെ അയാൾ ചെയ്ത അക്രമങ്ങൾ, അന്യായങ്ങൾ വരാൻ തുടങ്ങുന്നതാണ്. വരാൻ തുടങ്ങുമ്പോൾ പിന്നെന്താ, ഇതിൽ കുറയും. പിന്നെ ഈ ഹസനാത്ത് നിറഞ്ഞ ഈ സഹീഫയിൽ പിന്നെ ഹസനാത്ത് ഒന്നുമില്ല. ഒക്കെ എന്ത് ചെയ്യും, ആളുകൾ കൊണ്ടുപോകും. അയാൾ ദ്രോഹിച്ച ആളുകൾ കൊണ്ടുപോകും. അപ്പം എന്ത് ചെയ്യും, പിന്നെ ഈ സഹീഫയിൽ അയാൾ ദ്രോഹിച്ച ആളുകളുടെ സയ്യാത്ത് അത് ഇതിൽ ചേർക്കപ്പെടും. അതാണ് പിന്നെ അത് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഇമാം ഹാക്കിം മുസ്തദറക്കിലാണ്. അപ്പോൾ അത് മനസ്സിൽ പെട്ടെന്ന് ഉടക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അബൂ ഉസ്മാൻ നഹ്ദി എന്ന് പറയുന്ന താബിഈ പണ്ഡിതനാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഉസ്മാൻ അന്നഹ്ദി, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുൽ എന്നാണ്. താബിഈങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ നല്ല ചരിത്രമാണ് അബൂ ഉസ്മാൻ നഹ്ദി. ഇദ്ദേഹം ഒരിക്കലും റസൂലുള്ളാഹിനെ കേൾക്കാൻ സാധ്യമല്ല, കാരണം ഇദ്ദേഹം താബിഈങ്ങളിൽ പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം റസൂലുള്ള ഈ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നിട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഹാക്കിം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ സാധ്യമാകുക എന്നുള്ളത് നമ്മൾ ആലോചിക്കൂലേ. പക്ഷേ ഈ സംഭവം കൊടുത്തതിന് ശേഷം ഈ അബൂ ഉസ്മാനോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ റാവി ചോദിക്കുന്നുണ്ട്, അമ്മൻ താങ്കൾ ഇത് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അൻ സൽമാന വസഅദിൻ വബിനി മസ്ഊദിൻ, ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത് സൽമാനിൽ നിന്നാണ്, സൽമാൻ അൽ ഫാരിസി, സഅദ് ബിൻ അബി വഖാസിൽ നിന്നാണ്, പിന്നെ അബ്ദുല്ല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടല്ല ഇദ്ദേഹം ഈ ഹദീസ് വന്നത്. പിന്നെയോ ഇത് അബ്ദുല്ലാ ഇബ്നു മസ്ഊദിലൂടെയും സൽമാനിലൂടെയും സഅദിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മനസ്സിലായത്? അതുകൊണ്ട് തന്നെ ഇതെന്താണ്, അത് സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. കണ്ണി ചേർന്ന ഹദീസാണ്. അബൂ ഉസ്മാൻ എന്നവർ നേരിട്ട് റസൂലുള്ളാഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതില്ല, ഈ സഹാബികളിലൂടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭാഗം വായിച്ചപ്പോഴാണ് ഇത് ഈ ഒരു സംഭവം പ്രത്യേകം ഇങ്ങനെ മനസ്സിലോട് ഉടക്കിയത്. അതിലുള്ള വിഷയം ഇതാണ്, കർമ്മരേഖ കിട്ടുന്ന മനുഷ്യൻ നിറഞ്ഞ സന്തോഷത്തിൽ, കാരണം അതിൽ മുഴുവൻ നന്മകളാണ്. അപ്പോൾ അയാൾ ഫദന്ന അന്നഹു നാജി എന്നാണ്, അയാൾ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കും ആ കർമ്മരേഖ കാണുമ്പോൾ. പക്ഷേ പിന്നെ ഇങ്ങനെ വിരൽ തുടങ്ങും ആളുകളോട് ചെയ്ത ദ്രോഹങ്ങൾ, അതോടുകൂടിയിട്ട് പിന്നെ അത് ബ്ലാങ്കാകുകയാണ്. പിന്നൊന്നുമില്ല, ആളുകൾക്ക് കൊണ്ടുപോകാൻ ഹസനത്തൊന്നുമില്ല, അതിലില്ല. അപ്പോൾ പിന്നെ അയാൾ ദ്രോഹിച്ച ആളുകളുടെ സയ്യത്ത് ഉണ്ടല്ലോ, അതിലേക്ക് ഇൽഹാഖ് ചെയ്യുന്നതാണ്, അതിലേക്ക് ചേർത്ത് എഴുതുമെന്നാണ്. അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഏതായാലും അതാണ് പിന്നെ ഈ മുഅ്മിനുകളെയും മുഅ്മിനത്തുകളെയും ദ്രോഹിക്കുക എന്നുള്ള വിഷയം, അത് ഗൗരവപ്പെട്ട വിഷയമാണ്. പക്ഷേ ഈ ഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീന. ഇനി നമുക്കിത് തീർക്കാൻ നമ്മളുടെ ഇന്നത്തെ വിഷയം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. യാ അയ്യുഹൻ നബി അല്ലേ, ഈ സൂറത്തിൽ കുറേ പ്രാവശ്യം വന്നില്ല യാ അയ്യുഹൻ നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്, നബിയെ എന്ന് വിളിക്കുകയാണ്. യാ അയ്യുഹൻ നബി ഖുൽ, താങ്കൾ പറയുക. ആരോട്? ലി അസ്വാജിക്,
താങ്കളുടെ സൗജുമാരോട്. ലി അസ്വാജിക്, സൗജ് അസ്വാജ്, എന്താ സൗജ് അസ്വാജ്? ഭാര്യമാർ, ഭാര്യമാർ. ലി അസ്വാജിക്, നിങ്ങളുടെ സൗജുമാരോട് പറയുക. സൗജ് എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലേ? മലയാളത്തിൽ ഭാര്യ എന്നാണ് പറയുക. ഭാര്യ എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം? ഭരിക്കപ്പെടുന്നവളാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവളാണ്. മലയാള പദം തന്നെ ഭരിക്കപ്പെടുന്നവൾ എന്നുള്ളതാണ്. ഇസ്ലാമിൽ അത് സൗജാണ്. സൗജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇണയാണ്, ജോഡി, ഇണ. ഈ തസവ്വജ, തസവ്വജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പിന്നെ അതേപോലെ തന്നെ തനാക്കഹ, അതൊക്കെ അറിയിക്കണത് തന്നെ ഈ പിന്നെ തനാക്കഹത്തിൽ അഷ്ജാർ എന്ന് പറയും. വൃക്ഷങ്ങൾ. ഇവിടെ ഒരു മരം കുഴിച്ചിട്ടു, ഇവിടെ ഒരു മരം കുഴിച്ചിട്ടു അല്ലേ? രണ്ട് മരങ്ങളാണ് വളരുന്നത്. ഈ മരങ്ങൾ മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് കൊമ്പുകളായി, ശിഖരങ്ങളായി, ഇലകളായി, ഫലങ്ങളായി. അപ്പോഴത്തേക്കും ഈ രണ്ട് മരങ്ങളും അതിൻ്റെ കൊമ്പുകളൊക്കെ കോർത്ത് ചേർന്ന് ഇതാവും. അപ്പോൾ ഈ മരങ്ങളെക്കുറിച്ച് പറയും തനാക്കഹത്തിൽ അഷ്ജാർ, വൃക്ഷങ്ങൾ. തനാക്കഹ എന്നാണ് എന്താ? അത് പിന്നെ കൊമ്പുകളും മറ്റൊക്കെ കോർത്തുകൊണ്ട് അടിയിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് കാണ്ഡം, പക്ഷെ മുകളിൽ നോക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണ്. കാരണം മരങ്ങൾ അങ്ങോട്ടും ഉണ്ടായിട്ട്. അതാണ് തനാക്കഹ. അതിനാണ് നിക്കാഹ്. അപ്പോൾ അതെന്ന് തന്നെ അറിയിക്കുന്നത് എന്താണ്? പാരസ്പര്യം, ഒരുമ, ഒന്നിക്കൽ എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗജ് എന്നാണ് പറയുന്നത്. പിന്നെ ജീവിത സഖിയെ, ഭാര്യയെ. യാ അയ്യുഹൻ നബി ഖുൽ അസ്വാജിക്, താങ്കളുടെ സൗജുമാരോട് പറയുക. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 ഭാര്യമാരാണ് ഉള്ളത്. 9 ഭാര്യമാർ. ആയിഷത്തുൻ വ ഹഫ്സത്തുൻ വ സൗദ, സഫിയ്യത്തുൻ മൈമൂനത്തുൻ വ റംല, ഹിന്ദുൻ വ സൈനബു, കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ്യ. ഈ 9 ഭാര്യമാർ അവരോട് പറയണം. ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. പിന്നെ സൈനബ് ബിൻത് ഖുസൈമയും വഫാത്തായി റളിയല്ലാഹു അൻഹ. കുല്ലി അസ്വാജിക, താങ്കളുടെ സൗജുമാരോട് പറയുക. വ ബനാതിക, താങ്കളുടെ ബനാത്ത്, പെൺമക്കൾ. ആരൊക്കെ പെൺമക്കൾ? ആദ്യത്തെ ആളാരെ? മോളിൽ താഴത്തേക്കാരി സൈനബ്, പിന്നെ റുഖയ്യ. നല്ല പേരാണത്. റുക്കിയ പറഞ്ഞ എളുപ്പാക്കിയ ആളുകൾ. റുഖയ്യ, പിന്നെ ഉമ്മു കുൽസൂം, പിന്നെ ഫാത്തിമ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ട് 4 പെൺമക്കൾ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളർത്തു മക്കളുണ്ട്. റസൂലുള്ളാഹിൻ്റെ റബീബ. അത് ആരൊക്കെ? ദുറ, സൈനബ്, ബറ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിലുണ്ടായിരുന്ന പെൺമക്കൾ. അതിൻ്റെ പേര് ബറ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സൈനബ് എന്നാക്കി. അപ്പോൾ ആ സൈനബും പിന്നെ അതിൽ തന്നെ ഒരു ദുറയും റസൂലുള്ളാഹിൻ്റെ വളർത്തു പെൺമക്കൾ, പിറക്കാമക്കൾ എന്ന് പറയില്ലേ, ഭാര്യയുടെ മക്കൾ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ പിന്നെ മക്കൾ. തയ്ഫ്. അതാണ് വ ബനാതിക, താങ്കളുടെ ബനാത്തിനോടും പറയുക. വ നിസാഇൽ മുഅ്മിനീൻ, എന്താ നിസാഇൽ മുഅ്മിനീൻ? മുഅ്മിനീങ്ങളുടെ നിസാഇനോടും. മുഅ്മിനീങ്ങളുടെ നിസ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ സ്ത്രീകൾ, ഭാര്യമാർ. മുഅ്മിനീങ്ങളുടെ നിസാഇനോടും പറയുക, സ്ത്രീകളോട് പറയുക. എന്ത് പറയുക? യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. യുദിനീൻ, അദ്ന എന്നതാണ് ക്രിയ. അദ്ന എന്ന് പറഞ്ഞാൽ താഴ്ത്തുക, ധരിക്കുക. ധരിക്കണീന് പറയും, താഴ്ത്തുന്നതിന് പറയും. നമ്മൾ വിരികൾ താഴ്ത്തുക, വസ്ത്രം താഴ്ത്തുക, അതിനൊക്കെ പറയും അദ്ന. അദ്ന യുദിനി. യുദിനീന എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകൾ താഴ്ത്തണം, ധരിക്കണം. യുദിനീന, അവർ സ്ത്രീകൾ. യുദിനി, യുദ്നിയാനി, യുദ്നൂൻ. തുദിനി, തുദിനിയാനി, യുദ്നീൻ. ഇതാണ് അതിൻ്റെ സർഫ്. യുദിനീന, അവർ സ്ത്രീകൾ ധരിക്കണം.
അല്ലെങ്കിൽ താഴ്ത്തിയിടണം. അലൈഹിന്ന, അലൈഹിന്ന എന്നാണ് അവരുടെ മേൽ സ്ത്രീകളുടെ വിഷയമല്ലേ. അലൈഹിന്ന, അവർ സ്ത്രീകളുടെ മേൽ അവർ താഴ്ത്തിയിടണം അല്ലെങ്കിൽ അവർ ധരിക്കണം. എന്ത്? മിൻ ജലാബീബിഹിൻ, മിൻ ജലാബീബിഹിൻ. ജലാബീബ് എന്താ? ജലാബീബ് ജിൽബാബ് എന്നതിൻ്റെ ബഹുവചനാണ് ജലാബീബ്. ജിൽബാബ്, ജിൽബാബ് അതിൻ്റെ ബഹുവചനാണ് ജലാബീബ്. എന്താ ജിൽബാബ്? സ്ത്രീകൾ അന്യരുടെ മുമ്പിൽ തന്നെ മറക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ്. സ്ത്രീകൾ വീട് വിട്ടിറങ്ങുന്നുവെങ്കിൽ അവരെ മറക്കാനുള്ള വസ്ത്രമാണ് ജിൽബാബ്. ഹഫ്സ ബിന്ത് സീരീൻ റളിയല്ലാഹു തആല അൻഹ, ഇബ്നു സീരീൻ്റെ മക്കൾ പെട്ടതാണ് ഹഫ്സ ബിന്ത് സീരീൻ. അവർ പറയുന്നുണ്ട്, ഹഫ്സ ബിന്ത് സീരീന് സ്ത്രീകളെ വീട്ടിൽ നിന്ന് ഇറക്കൂലായിരുന്നു. പെരുന്നാളിന് പോലും സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഇറക്കുമായിരുന്നില്ല. ഹഫ്സ ബിന്ത് സീരീൻ താബീങ്ങളിൽപ്പെട്ടവരാണ് അതൊക്കെ. ഹഫ്സയ്ക്ക് ഇബ്നു സീരീൻ്റെ മക്കളിൽ ഹഫ്സ വലിയ പണ്ഡിതയായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, സ്ത്രീകൾ വീട് വിട്ടിറങ്ങാൻ സമ്മതിക്കുമായിരുന്നില്ല. അപ്പോൾ പിന്നെ പെരുന്നാളിന് ഈദിന് അപ്പോഴാണ് പിന്നെ ഉമ്മു അത്തിയ ഇവിടെ അടുക്കലേക്ക് ഈ വിഷയം ഉയർത്തുന്നത്. ഹഫ്സൻ്റെ ഈ നിലപാടിനെ ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു അത്തിയ സഹാബിയത്താണ്. അപ്പോൾ ഉമ്മു അത്തിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പെരുന്നാൾ ദിവസങ്ങളിൽ വളണ്ടിയറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങളെ എന്തിനാണ് വളണ്ടിയറായിട്ട് നിശ്ചയിച്ചത്? ഞങ്ങൾ വീട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ ഇറക്കിക്കൊണ്ടുവരാനാണ്. എവിടേക്ക്? പിന്നെ ഈദ്ഗാഹിലേക്ക്, മുസല്ലയിലേക്ക്. അതിൽ ദവാത്തുൽ ഖുദൂർ, കന്യകകൾ കുമാരിമാരുണ്ടല്ലോ, ഈ കല്യാണപ്രായത്തിലുണ്ടെങ്കിൽ കുമാരികളായി അവരെന്ത് ചെയ്യും, അവരിങ്ങനെ പിന്നെ ലജ്ജാവതികളായിട്ട് വീടുകളിൽ കഴിയും. അത്തരം പെൺകുട്ടികളെ വരെ, കുമാരിമാരെ വരെ ഈദ്ഗാഹിലേക്ക്, വൽ ഹുയ്യദ്, ഋതിമതികളെ വരെ കൊണ്ടുവരാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ അതിനെ പറഞ്ഞയക്കായിരുന്നു. എല്ലാവരും, സ്ത്രീകളെല്ലാവരും മുസല്ലയിലേക്ക് വരണം. അതിൽ അവാത്തിക്ക്, ദവാത്തിൽ ഖുദൂർ, കുമാരിമാർ, കന്യകകൾ എല്ലാവരും, ഹത്തൽ ഹുയ്യം, ഋതുമതികളായ സ്ത്രീകൾ വരെ വരണം എന്നാണ്. അപ്പോൾ ഉമ്മത്തിയോട് ചോദിക്കുന്നുണ്ട്, ഹുയ്യത് ഋതുമതികൾ വരിക മുസല്ലയിലേക്ക്? അപ്പോൾ ഉമ്മത്തിയ പറയാണ്, ഈ ഋതുമതികൾ അറഫയിൽ സംഗമിക്കണില്ലേ? ഋതുമതികൾ അറഫയിൽ പോണില്ലേ? ഹജ്ജ് ചെയ്യണ അറഫയിൽ, ആർത്തവകാരികൾക്ക് അറഫല്ലേ? ആർത്തവകാരികൾ അറഫയിൽ പോകണില്ലേ? അവർ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറഫയിൽ സംഗമിക്കുന്നത് പോലെ തന്നെയാണ് മുസല്ലയിലും ഇവർ സംഗമിക്കൽ. അത് ഉമ്മുഅത്തിയ പറയാം. ഏതായാലും എന്നിട്ട് ഉമ്മുഅത്തിയ തൻ്റെ ഒരു അനുഭവം പറയണം. നമ്മുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും വീട്ടിൽ നിന്ന് മുസല്ലയിലേക്ക് വരണം ഈദ് നിസ്കാരത്തിന്. അപ്പോൾ അന്ന് ഉമ്മുഅത്തിയ ഒരു അനുഭവം പറയാണ്. ഒരു സ്ത്രീ എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്ക് ജിൽബാബില്ല എങ്കിൽ അവർ മുസല്ലയിലേക്ക് വരാതിരിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? കാരണം എന്താ, മുസല്ലയിലേക്ക് ഇറങ്ങണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ജിൽബാബില്ല, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുന്നതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ജിൽബാബില്ല എങ്കിൽ ജിൽബാബുള്ള മറ്റ് സ്ത്രീകൾ അവർക്ക് ജിൽബാബ് മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകളിൽ നിന്ന് നൽകട്ടെ. എന്നാലും ആര് വരണം? ജിൽബാബ് ഇല്ലാത്തവളാണെങ്കിലും മറ്റുള്ളവരുടെ ജിൽബാബ് വാങ്ങി വാടകയായിട്ട് വാങ്ങിയിട്ട് അത് ധരിച്ചിട്ട് വരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. അപ്പം മുസല്ലയിലേക്ക് ഈദ് ദിവസം എല്ലാ സ്ത്രീകളും വരണം എന്ന് റസൂലുള്ളാഹി നിഷ്കർഷിച്ചിട്ടുണ്ട്. ഉമ്മു അതിയെ പോലുള്ള മുതിർന്ന സഹാബത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വളണ്ടിയറായിട്ട് നിശ്ചയിച്ചിട്ട് പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കാൻ. എന്നിട്ട് അവരെൻ്റെ അനുഭവം പറഞ്ഞു, ഒരാൾക്ക് വീട് വിട്ടിറങ്ങാൻ ജിൽബാബില്ല എങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ജിൽബാബുള്ളവർ, ഒന്നിലധികം ജിൽബാബുള്ളവർ ഇല്ലാത്തവർക്ക് നൽകിയിട്ട് എല്ലാവരും വരട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന് ഉമ്മുഅത്തിയ പറയാണ്. ഇത് ആരോട് പറയണത്? ആരോടാ ഈ പറയണത്? ഹഫ്സ ബിന്ത് സീരീനോട് പറയാണ്, ഹഫ്സയോട് പറയാണ്. അതോട് തടുക്കാൻ പാടില്ല, സ്ത്രീകളെ തടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് നമ്മുടെ വിഷയം. സ്ത്രീകൾ വീട് വിട്ടിറങ്ങുമ്പോൾ അവരെ മറക്കാനുള്ള വസ്ത്രം, അതാണ് ജിൽബാബ്. അതെന്താണ്?
ജിൽബാബ് ചിലർ പറഞ്ഞ് അത് മിൽഹഫയാണ്. മിൽഹഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടുപടം. ഇപ്പോൾ നമ്മൾ ഹിമാർ ധരിക്കൂല, സ്ത്രീകൾ സാധാരണ മക്കന ധരിക്കും, ഖമീസ് ധരിക്കും, കുപ്പായം ധരിക്കും, അല്ലെങ്കിൽ ദിർ. അപ്പോൾ തൻ്റെ ശരീരത്തെയും താനിട്ട മക്കനെയും കുപ്പായത്തെയും ഒക്കെ മറക്കുന്ന വസ്ത്രം, അതാണ് മിൽഹഫ, അതിൻ്റെ മുകളിൽ പൊതിയുന്നത്. ചിലർ പറഞ്ഞത് ഹിമാറിനേക്കാൾ വലുതാണ്. ഹിമാർ എന്ന് പറഞ്ഞാൽ ഈ ശിരോവസ്ത്രമാണ്, അതിനേക്കാൾ വലുതാണ്. പക്ഷേ കിസായിനോളം എത്തൂല. കിസ എന്ന് പറഞ്ഞെങ്കിൽ വലിയ തുണിയാണ്, അതിനോളം എത്തൂല. സ്ത്രീകൾ തലയിൽ നിന്ന് ശരീരത്തിലേക്ക് തൂക്കിയിടുന്ന വസ്ത്രം, വലിയ മക്കന എന്ന് പറയാം. ചെറിയ മക്കനല്ല, വലിയ മക്കന എന്ന് പറയാം. ചിലർ ഇതല്ലാത്ത വേറെ അർത്ഥങ്ങൾ ഈ ജിൽബാബിന് പറഞ്ഞിട്ടുണ്ട്. മുല, മിൽഹഫ, ഖിനാ, ഇങ്ങനെ തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ശരീര സൗന്ദര്യത്തെ പിന്നെ തൻ്റെ മേലുള്ള അലങ്കാരങ്ങളെ, അത് വസ്ത്രത്തിന് കൊണ്ടുള്ള അലങ്കാരമാണെങ്കിലും അല്ലാത്ത അലങ്കാരങ്ങളാണെങ്കിലും അതിനൊക്കെ മറക്കുന്ന വസ്ത്രമാണ് എന്ത്? ജിൽബാബ്. അതൊക്കെ മറക്കുന്ന വസ്ത്രമാണ് ജിൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുദ്നീന അലൈഹിന്ന, ഈ സ്ത്രീകൾ, റസൂലുള്ളാഹിൻ്റെ സൗജുമാർ, ബനാത്ത്, അതേപോലെ നിസാഉൽ മുഅ്മിനീൻ, യുദ്നീന അലൈഹിൻ, അവരുടെ മേൽ അവർ ഇതിനാന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടുക, തൂക്കിയിടുക എന്നർത്ഥം. അല്ലെങ്കിൽ അവർ ധരിക്കുക. യുദ്നീന അലൈഹിന്ന, അവർ ധരിക്കട്ടെ. എന്ത് ധരിക്കട്ടെ? മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകളിൽ നിന്ന്. ജിൽബാബ് മുഴുവൻ എന്തല്ല ഇതിനായി ചെയ്യാനുള്ളതല്ല, അതിൽ നിന്ന്. ഇത് മിൻ തബഈനാണ്. ജിൽബാബ് കുറച്ച് വലുതാണ്, വിശാലമാണ്. അത് മുഴുവൻ തലൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതല്ല. പിന്നെ അതിൽ നിന്ന് തലയിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ശരീരത്തിലേക്ക് ഇതിനായി ചെയ്യട്ടെ എന്നാണ്, ധരിക്കട്ടെ എന്നാണ്, അല്ലെങ്കിൽ തൂക്കിയിടട്ടെ എന്നാണ്. ഇതാണ് ഒരു ജിൽബാബിൻ്റെ വിഷയം. സൗന്ദര്യത്തെ, ആ സൗന്ദര്യം ശാരീരികമായിട്ടുള്ള കാന്തിയാകാം, ഇനി വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള കാന്തിയാവാം. ഒരു സ്ത്രീ അന്യരുടെ മുമ്പിൽ തന്നെ മറക്കാൻ, തൻ്റെ സൗന്ദര്യത്തെ മറക്കാൻ ധരിക്കുന്ന വസ്ത്രമാണ് എന്ത്? ജിൽബാബ്. അതിന് പ്രത്യേകം കളറുണ്ടോ? അത് കറുപ്പന്നാണെന്നുണ്ടോ? കറുപ്പന്നാണെന്നില്ല. ജിൽബാബിനൊരു പ്രത്യേക കളറൊന്നുമില്ല. പക്ഷേ ജിൽബാബിന് അതിൻ്റേതായ ചില ഷർത്തുകളുണ്ട്. ജിൽബാബ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഹഫ്സ ബിൻത് സീരീൻ്റെ ഹദീസിൽ എന്താ പറഞ്ഞത്? മുസല്ലയിലേക്ക് വീട്ടിൽ നിന്ന് പോകാൻ എന്താ തടസ്സം? ജിൽബാബില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അന്യരുടെ മുമ്പിലാകുമ്പോൾ തന്നെ മറക്കാനുള്ള വസ്ത്രമാണ് ജിൽബാബ്. അതില്ലാത്തത് കൊണ്ടാണ് മുസല്ലയിലേക്ക് പോകാതിരുന്നതെന്നാണ്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്നാൽ ജിൽബാബ് ഉള്ളവർ, ഒന്നിലധികം ഉള്ളവർ എന്ത് ചെയ്യട്ടെ? ഇല്ലാത്തവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു, താൽക്കാലികമായി ഉപയോഗിക്കാൻ. അതിന് മനസ്സിലാക്കാം സ്ത്രീകൾ ചെയ്യണം, അന്യരുടെ മുന്നിലാകുമ്പോൾ ജിൽബാബ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ജിൽബാബ് എന്തെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് അത്. ജിൽബാബ് അത് ശരീരത്തെ മുഴുവൻ മറക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഷർത്ത്. ഇസ്തിആബ് എന്ന് പറഞ്ഞാൽ മേനി മുഴുവൻ മറക്കുന്നത്. ആ മേനി മുഴുവൻ മറക്കുന്നതിൽ ഷെയ്ഖ് അൽബാനി ഇല്ലാ മസ്തുസ്നി, അതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യപ്പെട്ടൊഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറഞ്ഞത്? ജിൽബാബ് മേനി മുഴുവൻ മറക്കണതായിരിക്കണം. മേനിയിലുള്ള അലങ്കാരങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ചില ഡ്രസ്സുകൾ തന്നെ അലങ്കാരമാവും. അലങ്കാര വസ്ത്രമല്ലേ, നമ്മൾ വീട്ടിലൊക്കെ അണിയണ വസ്ത്രങ്ങൾ, അത് മറക്കണം. ആഭരണങ്ങൾ മറക്കണം. പിന്നെ ശരീര സൗന്ദര്യം മറക്കണം. അതിനൊക്കെ മൂടുന്ന രീതിയിലുള്ളതാണ് ജിൽബാബ്. അതാണ് ഇസ്തിആബു ജമിഅൽ ബദൻ ഇല്ലാ മസ്തുസ്നി. മസ്തുസ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞില്ല, വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ബഹറ മിൻഹ. വലാ യുബ്ദീന സീനത്തഹുൻ, സ്ത്രീകൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. ഇല്ലാ മാ ബഹറ മിൻഹ, അതിൽ നിന്ന് ലാഹിറായത് വെച്ച്, പ്രത്യക്ഷമായത് വെച്ച്. എന്താണ് ആ പ്രത്യക്ഷമായത്? അതാണ്. അതിൽ രണ്ടഭിപ്രായമാണുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു സ്ത്രീ ജിൽബാബ് ധരിച്ചിറങ്ങിയാൽ തന്നെ എന്താ, അതൊരു സൗന്ദര്യമാണ്. സ്ത്രീ ഒരു സൗന്ദര്യമാണ്. ജിൽബാബ് ധരിച്ചിറങ്ങി, പർദ്ദട്ട് ഇറങ്ങി എന്നാലും സ്ത്രീ എന്താണ്? വശീകരിക്കപ്പെടുന്ന ഒരു വശ്യതയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാണ് ഉദ്ദേശം. പ്രത്യക്ഷമായതെന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സ്ത്രീ വസ്ത്രം ഇട്ടാലും ഉള്ള സൗന്ദര്യം,
വസ്ത്രം ധരിച്ചാലും ആ വസ്ത്രപ്പുറത്ത് കാണുന്ന സ്ത്രീയുടെ സൗന്ദര്യം അതാണ് ഉദ്ദേശം എന്നാണ് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊക്കെ ചിലർ പറഞ്ഞത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം. ചിലർ പറഞ്ഞു സുറുമ, പിന്നെ അതേപോലെ തന്നെ മോതിരം, വള, അതേപോലെ തന്നെ ഈ ഹൽഖാൽ, ഇതൊക്കെ പിന്നെ എന്താണ് ഒരു ചിലപ്പം പർദ്ദട്ടാലും കാണുന്നത് വിഷയമല്ലേ. ഇല്ല മാബഹറമിന്ന അതിൽ നിന്ന് പ്രത്യക്ഷമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു സുലൈമും ഉഹദ് യുദ്ധത്തിൽ അവർ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൽ മുറിവേറ്റവർക്കും പരിക്കേറ്റവർക്കും ചികിത്സിക്കാനും അവർക്ക് വെള്ളം കൊടുക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസുകളിൽ കാണാം ഉമ്മു സുലൈമും ആയിഷയും പിന്നെ അവർ ഈ വെള്ളം കൊടുക്കുന്ന തിരക്കിൽ, രോഗികളെ ശുശ്രൂഷിക്കുന്ന തിരക്കിൽ അവരുടെ കാലുകളിലെ ഇത് കണ്ടിരുന്നു, ഹൽഖാൽ ഉണ്ടല്ലോ, കണ്ടിരുന്നു എന്നാണ്. ഹൽഖാൽ എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന പാദസരം കണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ചിലരെന്ത് പറഞ്ഞ് സ്ത്രീകൾ ചമയങ്ങൾ ചേർത്തിയിട്ട് സുറുമ, അതേപോലെ തന്നെ മോതിരം, വള, ഹൽഖാൽ പോലുള്ളതൊക്കെയാണ് ഇല്ലാമാറമ അത് ഉദ്ദേശം എന്നാണ് ചിലർ പറഞ്ഞത്. എന്തായാലും ഏറ്റവും പിന്നെ ഇബ്നു അബ്ബാസ് നിന്നൊക്കെ പ്രസിദ്ധമായി വന്നത് മുഖവും മുൻകൈയും അതൊഴിച്ചുള്ള ശരീരങ്ങളെ മുഴുവൻ മറക്കുന്നതാകണം ജിൽബാബ് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ഷർത്ത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, സ്ത്രീ ഒന്നായിട്ട് മറച്ചാലും ഒരു സ്ത്രീയെ എന്ത് ചെയ്യും, പുറമേ നിന്ന് വായിക്കാൻ പറ്റും അല്ലേ. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ എല്ലാം മറച്ചിട്ടുണ്ടെങ്കിലും മുഖം ഒക്കെ മറച്ചിട്ടുണ്ടെങ്കിലും ഒരു സ്ത്രീയുടെ സൗന്ദര്യം വായിക്കാൻ പറ്റും. അതാണ് അത് സ്ത്രീ പ്രത്യക്ഷമായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹാബികളുടെ കാലം മുതൽ ഇന്നോളം അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസാലയാണ് സ്ത്രീയുടെ മുഖവും മുൻകൈയും അത് പിന്നെ മറക്കൽ നിർബന്ധമാണോ ഇല്ലേ എന്നുള്ള വിഷയം. എന്തായാലും ജിൽബാബ് എന്തായിരിക്കണം, അത് ശരീരത്തെ മുഴുവൻ മറക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. മുൻകൈയും മുഖവും അതിലെന്തുണ്ട്, പിന്നെ ഇളവുള്ള വിഷയമാണ്. മുഖവും മുൻകൈയും വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മറക്കണമായിരിക്കണം ജിൽബാബ്. അതാ പറഞ്ഞത്. ഇനി ഒരു സ്ത്രീ മുഖവും മുൻകൈയും കൂടി മറക്കുകയാണെങ്കിലോ അത് അവരുടെ അദബും മര്യാദയാണ്, പൂർണ്ണതയാണ് എന്നേ വിധിക്കാൻ പറ്റുള്ളൂ. നിർബന്ധിക്കാൻ പാടുള്ളതല്ല, അതിൻ്റെ പേരിൽ ഒരു കുറ്റാരോപണം നടത്താൻ പാടുള്ളതല്ല. ഒരു സ്ത്രീ മുഖം കാണിച്ചു എന്നതിനാൽ അവളെ ആക്ഷേപിക്കാൻ പാടുള്ളതല്ല. അതിനൊന്നും ന്യായമല്ല, തെളിവില്ല. രണ്ടാമത്തേത്, ഈ ജിൽബാബ് സ്വയം സീനത്താകാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താ, അതന്നെ അലങ്കാരാകാൻ പാടുള്ളതല്ല. അള്ളാഹു പറഞ്ഞത് വലാ യുബ്ദീന സീനത്തഹുന്നാണ്, സ്ത്രീകൾ അവരുടെ സീനത്ത് വെളിവാക്കരുതെന്നാണ്. അപ്പോൾ ജിൽബാബിൻ്റെ സീനത്താണെങ്കിലോ അതുകൊണ്ട് തന്നെ അത് സീനത്താകാൻ പാടുള്ളതല്ല. ജിൽബാബ് വല തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല പറഞ്ഞില്ലേ, ജാഹിലിയത്തുൽ ഊലയിൽ അവർ പിന്നെ അലങ്കാര വസ്ത്രങ്ങളായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. മറക്കാതെ തലയിൽ തട്ടിടും, എന്നിട്ട് അത് പുറമേക്ക് തൂക്കിയിടും. ഇങ്ങനെ തലയിൽ ജാഹിലിയത്തിലെ സ്ത്രീകൾ അവർ തട്ടിടും, പക്ഷേ അത് പുറത്തേക്ക് തൂക്കിയിടും, മുന്നിക്ക് തൂക്കിയിടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലിയദ്രിബ്ന ബിഖുമുരിഹിൻ അലാ ജുയൂബിഹിൻ, ശിരോവസ്ത്രങ്ങൾ മാറിലേക്ക് ചുറ്റിയിടാൻ പറഞ്ഞത്. കാരണം ജാഹിലിയത്തിലെ സ്ത്രീകൾ തലയിൽ തട്ടിടും, എന്നിട്ട് അത് പുറത്തേക്ക് തൂക്കിയിടും, അങ്ങനെയായിരുന്നു. പക്ഷെ അത് മാറിലേക്ക് ചുറ്റിയിടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ന് പല മുസ്ലിങ്ങൾക്കും തലയിൽ തന്നെ ഒന്നുമില്ല. ജാഹിലിയത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും പോക്കാം. അള്ളാഹു കാക്കട്ടെ, അല്ലാഹുൽ മുസ്തആൻ. ഏതായാലും ജിൽബാബ് സ്വയം അത് സീനത്താകാൻ പാടുള്ളതല്ല. മൂന്നാമത്തേത്, ജിൽബാബ് സഫീഖായിരിക്കണം. സഫീഖ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ശരീരാവയവത്തെ പുറത്തേക്ക് കാണിക്കാത്തത്, കട്ടിയുള്ളത്. റസൂൽ പറഞ്ഞില്ലേ, സ്വർഗത്തിൻ്റെ മണം പോലും നിഷേധിക്കപ്പെടുന്ന, സ്വർഗത്തിൻ്റെ പരിമളം പോലും നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വനിസാഉൻ സ്വർഗ പരിമളം നിഷേധിക്കപ്പെടുന്ന സ്ത്രീകൾ അവർ കാസിയാത്തുൻ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ ആരിയാത്ത് നഗ്നത ഉള്ളവരാണ്, നഗ്നത എടുത്തവരാണ്. വസ്ത്രം ധരിച്ചിട്ട് എങ്ങനെയാണ് നഗ്നത? വസ്ത്രം നേർത്ത്
നേർത്ത വസ്ത്രം. ആ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ളതൊക്കെ കാണാൻ പുറത്തേക്ക്. കണ്ണാടി മാളികാറല്ലേ എന്ന മാതിരി. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഒരിക്കൽ ഹഫ്സ ബിന്ത് അബീ ബക്കർ, ആ ഹഫ്സ ബിന്ത് അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ, അബൂബക്കറിൻ്റെ പേരക്കുട്ടി ഹഫ്സ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ അവളൊരു ഹിമാർ ധരിച്ചിരുന്നു. ആ ഹിമാർ റഖീഖായിരുന്നു. റഖീഖ് എന്ന് പറഞ്ഞാൽ നേർത്തത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ഹിമാർ അവരുടെ തലയിൽ നിന്ന് വാങ്ങിയിട്ട് അത് കീറി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടെയുള്ള ഒരു കട്ടിയുള്ള ഹിമാർ അവർക്ക് ധരിക്കാൻ കൊടുത്തു എന്നാണ്. ഹഫ്സക്ക് ധരിക്കാൻ കൊടുത്തു എന്നാണ്. ഹഫ്സ ആയിഷ റളിയല്ലാഹു അൻഹ വളർത്തിയുണ്ടാക്കിയ കുട്ടികളാണ് ഇതൊക്കെ. ഈ ഹഫ്സയൊക്കെ അവർ പിൽക്കാലത്ത് വന്നപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ്. നേർത്ത ഹിമാർ, നേർത്തത് ധരിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഉൾഭാഗം ശരീരം കാണും, പുറത്തേക്ക് കാണും. അപ്പോൾ അത് പാടുള്ളതല്ല. സഫീഖായിരിക്കണം ജിൽബാബ്. പിന്നെ ജിൽബാബ് ഫദ്ഫാദായിരിക്കണം. എന്താ ഫദ്ഫാദ് എന്ന് പറഞ്ഞാൽ ലൂസുള്ളത്. ലാ യസിഫു ഹജ്മൽ ഇദാം, ശരീരത്തിൻ്റെ ഹജ്മിനെ പുറത്തേക്ക് കാണിക്കാത്ത രീതിയിലുള്ള ഫദ്ഫാദായിരിക്കണം, ലൂസുള്ളതായിരിക്കണം. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ, ഉസാമ ഇബ്നു സെയ്ദിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖിബ്തിയൻ ജുബ്ബ കൊടുത്തു. ഖിബ്തിയൻ ജുബ്ബ പറഞ്ഞാൽ ഖിബ്തികൾ ധരിക്കുന്ന അവരുടെ ഒരു ഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് പിന്നെ ഉസാമ വന്നപ്പോൾ റസൂൽ ചോദിച്ചു, ഞാൻ തന്ന അത് എവിടെ ചോദിച്ചു, ജുബ്ബ എവിടെ ചോദിച്ചു, ഖിബ്തിയ അതെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഉസാമ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തായിരുന്നു, ഞാനിട്ടില്ല, അത് ഭാര്യയ്ക്ക് കൊടുത്തതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ മുർഹ ഫൽയൽബിസ് തഹ്തഹ ഗിലാല, ഭാര്യനോട് പറയും അതിൻ്റെ ചോട്ടിൽ, ഈ ഖിബ്തിയ ധരിക്കണതിൻ്റെ ചോട്ടിലൊരു ഗിലാല ധരിക്കാൻ. ഗിലാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ധരിക്കുന്ന ഡ്രസ്സാണ്. ഈ ഖിബ്തിയ ധരിക്കണമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഡ്രസ്സ് ധരിക്കാൻ പറയണം. കാരണം അവരുടെ ശരീരത്തിൻ്റെ ഹജ്മുൽ ഇദാം അത് തസിഫ്, മുഴച്ച് കാണിക്കും, പുറത്തേക്ക് മുഴച്ച് കാണിക്കും. ചില കണ്ടില്ലേ, ചില സ്ത്രീകൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ച മാതിരിയാണ്. കാരണം എന്താ, ഡ്രസ്സ് അത്ര ഇടുങ്ങി ഉള്ള ഡ്രസ്സ്. അപ്പോൾ ശരീരാവയവങ്ങൾ ഇങ്ങനെ മുഴച്ച് കാണിക്കും. അങ്ങനെ ആകാൻ പാടുള്ളതല്ല സ്ത്രീയുടെ ഡ്രസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉസാമ റളിയല്ലാഹുവിൻ്റെ ഭാര്യയോട്, ആ ഖിബ്തി അവർ ധരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഖിലാല ധരിക്കാൻ പറയണം. കാരണം അതില്ല എങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ഹജ്മുൽ ഇബാം, ശരീരാവയവങ്ങളുടെ ആകൃതി അത് മുഴച്ച് കാണും എന്ന് ഞാൻ പേടിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ജിൽബാബ് ഫദ്ഫാദായിരിക്കണം. ഇതിൽ വേറെയും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ വിഷയത്തിൽ. പിന്നെ ജിൽബാബ് അത് ഒരിക്കലും പിന്നെ മുബഖറത്താകാൻ പാടില്ല. എന്താ മുബഖറ? എന്താണ് ബുഖാർ? എന്താ മുഅത്തർ? എന്താ അത്തർ? സുഗന്ധം വമിക്കുന്നത്. മുബഖറ എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്ത്രീകൾ ബുഖാർ ഉണ്ടല്ലോ, ബുഖാർ പുകച്ചത്, സുഗന്ധം പുകച്ചത്. മുഅത്തർ എന്ന് പറഞ്ഞാൽ സുഗന്ധം പിന്നെ തേച്ചത് ആകാൻ പാടില്ല, ഇതാകാൻ പാടില്ല. പരിമളം പരത്തി, സുഗന്ധം പരത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് സ്ത്രീകൾ അന്യരുടെ മുമ്പിൽ അവരുടെ അവരുടെ അത്തറുണ്ടല്ലോ അത് വർണ്ണമാണ്, അല്ലാതെ എന്തല്ല വാസനയല്ല. സ്ത്രീകൾക്ക് പുറത്തു പോകുമ്പോൾ സുഗന്ധം പൂശി പോകാൻ പാടുള്ളതല്ല അന്യരുടെ മുമ്പിൽ. അതിൻ്റെ അർത്ഥം സ്ത്രീ പെരയിൽ സുഗന്ധം ഉപയോഗിക്കേണ്ടതെന്നല്ല, സ്ത്രീകളുടെ ഇടയിൽ സുഗന്ധം ഉപയോഗിക്കേണ്ടതെന്നല്ല. പക്ഷേ അന്യരുടെ ഇടയിൽ പോകുമ്പോൾ സ്ത്രീകൾക്ക് സുഗന്ധം വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണെഴുതാം. അതേപോലെ തന്നെ സുഗന്ധ ഈ സൗന്ദര്യ സംവർദ്ധ വസ്തുക്കൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്നതിന് പ്രശ്നമല്ല. പക്ഷെ എന്ത് മതി, അത് അന്യരിൽ നിന്ന് മറച്ചാൽ മതി വീട് വിട്ടിറങ്ങുമ്പോൾ. പക്ഷേ ഒരിക്കലും പരിമളം മറക്കാൻ പറ്റൂല അന്യരിൽ നിന്ന്. അതുകൊണ്ടാണ് ജിൽബാബ് മുബഖറത്താകാൻ പാടുള്ളതല്ല, മുഅത്തറത്താകാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെ പരിമളം പരത്തി നടക്കുന്ന സ്ത്രീ സാനിയത്ത് എന്ന് പറഞ്ഞില്ലേ, ഹദീസ് അല്ലാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്, ദുസ്വഭാവമുള്ള പെണ്ണാണെന്നാണ് പറഞ്ഞത്, സാനിയത്ത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെ മസ്ജിദിലേക്ക് പോകുന്ന സ്ത്രീ സുഗന്ധം പൂശിയത് കണ്ടപ്പോൾ
പിന്നെ കുളിച്ച് വരാൻ പറഞ്ഞത്, കുളിച്ച് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ജിൽബാബ് മുബഖറത്തും മുഅത്തറത്തും ആകാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ജിൽബാബ് അതിൽ പിന്നെ തശ്ബീഹ് പാടില്ല. എന്താ തശ്ബീഹ്? ജിൽബാബ് ഒരിക്കലും പുരുഷന്മാരുടെ ഡ്രസ്സിനോട് സാദൃശ്യമാകാൻ പാടുള്ളതല്ല. അതാണ് തശ്ബീഹ്. ഒന്നും പാടില്ല. പുരുഷന്മാരുടെ ഡ്രസ്സ്, പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സുകളോട് സാദൃശ്യപ്പെടാൻ പാടുള്ളതല്ല ജിൽബാബ്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബിസു ലിബ്സത്തൽ മർഅ വൽ മർഅത തൽബിസു ലിബ്സത്തർ റജുൽ. ആണിൻ്റെ ഡ്രസ്സ് ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിൻ്റെ ഡ്രസ്സ് ധരിക്കുന്ന ആണിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അങ്ങനെ ഹദീസുണ്ട്. സ്ത്രീകളുടെ ഈ ഒരു പെണ്ണ് ചപ്പൽ ധരിച്ചു, അത് ആണുങ്ങളുടെ ചപ്പലായിരുന്നു, നാല്. അപ്പോൾ പിന്നെ ആ വിഷയത്തിൽ പറയപ്പെട്ടത് ആൺകോലം കെട്ടുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. ആൺകോലം കെട്ടുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു എന്നാണ്. അർറജുലത മിനൻ നിസ, സ്ത്രീകളിൽ നിന്ന് ആൺകോലം കെട്ടുന്നവൾ. എന്തായാലും ഡ്രസ്സിൻ്റെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞു, പുരുഷ ഡ്രസ്സ് ധരിക്കുന്ന സ്ത്രീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജിൽബാബ് ഒരിക്കലും പുരുഷൻ്റെ പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അതിന് സാദൃശ്യമാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ തശ്ബീഹ് പാടുള്ളതല്ല അമുസ്ലിമീങ്ങളുടെ പ്രത്യേക വേഷം. അമുസ്ലിമീങ്ങളുടെ പ്രത്യേക വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മതത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ഡ്രസ്സ് അതാകാൻ പാടുള്ളതല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഈ മതവിഭാഗങ്ങളോട് അവരുടെ മതവിഷയങ്ങളിൽ സാദൃശ്യപ്പെട്ടാൻ അവൻ അവരിൽപ്പെട്ടവനാണെന്നാണ്. മതവേഷങ്ങൾ, ആചാരവേഷങ്ങൾ പാടുള്ളതല്ല, അതിലനുകരിക്കാൻ പാടില്ല. അതേസമയം മുസ്ലിമുകളുടെ ഡ്രസ്സ് പാടുള്ളതല്ല എന്നല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഉസാമയ്ക്ക് കിബിത്തിയെ നൽകി. കിബിത്തി ആരുടെ ഡ്രസ്സാണ്? മിസ്രികളുടെ ഡ്രസ്സാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതകാലത്ത് മിസ്ർ ഫത്തായിട്ടില്ല. മിസ്ർ മുസ്ലിങ്ങളുടെ കയ്യിൽ, അവിടെ കിബിത്തികൾ അവരുടെ ഡ്രസ്സാണ് പിന്നെ റസൂലുള്ളാഹിക്ക് സമ്മാനമായി കിട്ടിയത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ധരിച്ചത്, ഉസാമക്കും മറ്റൊക്കെ ധരിക്കാൻ കൊടുത്തത്. അന്നത്തെ ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിലെ ചക്രവർത്തി മുഖൗഖിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ധാരാളം വസ്ത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ആ വസ്ത്രങ്ങളൊക്കെ അവരുടെ വസ്ത്രമാണ്, റസൂലുള്ളാഹി ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി നജ്റാനി ജുബ്ബ ധരിച്ചിരുന്നു. നജ്റാൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി അവിടെ ജീവിച്ച കാലത്ത് നജ്റാൻ നസാറാക്കളുടെ നാടാണ്, നസ്രാനികളാണ് അവിടെ ഉണ്ടായിരുന്നത്, നസാറാക്കൾ. അവിടുത്തെ ജുബ്ബ ധരിച്ചിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ. അത് അവരുടെ നസ്രാനികളിലെ നസാറാക്കളുടെ ഡ്രസ്സാണ്. പക്ഷെ അതൊന്നും എന്തല്ല, അവരുടെ ആചാര ഡ്രസ്സോ മതകീയമായിട്ടുള്ള വസ്ത്രമല്ല. അതാണ് അനുകരണം പാടില്ലാത്തത്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? അല്ലാതെ അമുസ്ലിമായ ആളുകൾ ഡ്രസ്സ്, അവർക്കിടയിൽ ഡ്രസ്സ് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ധരിച്ചുകൂടായെന്ന് അതിൻ്റെ അർത്ഥമല്ല. ആചാര ഡ്രസ്സുകളായി മതവേഷങ്ങളായിട്ടുള്ളതാണ് പാടില്ലാത്തത്. എനിക്ക് തോന്നുന്നത് അത് പിന്നെ ഒന്നാമത് അന്ന് ഡ്രസ്സ് പരിമിതമായിട്ടുള്ള, വല്ലാഹു ആലം, ഡ്രസ്സ് പരിമിതമായിട്ടുള്ള അവസ്ഥയാണ് അന്നത്തെ കാലത്ത്. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആണിനും പെണ്ണിനും അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ചില ഡ്രസ്സുകൾ രണ്ടു കൂട്ടർക്കും ഒരുപോലെ, ആണിന് പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സ്, അതാണ് പാടില്ലാത്തത്. ചില ഡ്രസ്സുകൾ ആണിനും പെണ്ണിനും ഒരുപോലെ ധരിക്കാൻ ഇതുണ്ടായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതിച്ച്. അല്ലെങ്കിൽ അന്നത്തെ വസ്ത്രത്തിൻ്റെ ഒരു അനിവാര്യത, ഇല്ലായ്മയാൽ ഉള്ള അനിവാര്യതയുടെ തേട്ടത്താലായിരിക്കും. എന്തായാലും ഈ പിന്നെ ആണിന് പ്രത്യേകമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. വീട്ടിനകത്തായാലും പാടുള്ളതല്ല, വീട്ടിനകത്തായാലും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെ ഒരു പ്രകൃതിയിൽ സൃഷ്ടിച്ചു, പെണ്ണിനെ ഒരു പ്രകൃതിയിൽ സൃഷ്ടിച്ചു. ആണിൻ്റെ പ്രകൃതി കാത്ത് സൂക്ഷിക്കണം, പെണ്ണിൻ്റെ പ്രകൃതി കാത്ത് സൂക്ഷിക്കണം. എങ്കിലേ ഈ ദുനിയാവ് സന്തുലിതമായി ദുനിയാവിൻ്റെ ധർമ്മം നിർവഹിക്കപ്പെട്ട് തുടരുകയുള്ളൂ. രണ്ടു കൂട്ടർക്കും വേറെ വേറെ പ്രകൃതിയാണ്. അതിനി മനുഷ്യന്മാരെത്ര ചെത്തിക്കോരിയിട്ടുണ്ടെങ്കിലും പ്രകൃതിയെ പിന്നെ ശരിയാണ്, ഈ സാമൂഹികമായിട്ട് ചില അലങ്കോലങ്ങളും അരക്ഷിതത്വവും സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതല്ലാതെ വലിയ നഷ്ടങ്ങളും നാശങ്ങളും മനുഷ്യന്മാരതിനാലുണ്ടാക്കും. പാൻസ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ സ്ത്രീകൾക്കുള്ള പാൻസുകൾ ഉണ്ടാവും, അത് സ്ത്രീകൾക്കുള്ള, അത് ടൈറ്റുള്ളത് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അതിനെന്താ പ്രശ്നം? ഒരു സ്ത്രീ വീട്ടിനകത്തും തൻ്റെ സ്വകാര്യതയിലും അങ്ങനെ ടൈറ്റുള്ള ഇട്ടില്ല, അതെന്താ വിഷയം? മുഷ്കിൽ. അന്യരുടെ മുമ്പിൽ മറക്കേണ്ട വിഷയമാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ മുന്നിൽ മറച്ചില്ല, അതൊരു വിഷയമല്ല.
ഭാര്യയും ഭർത്താവും മാത്രമാണ് വീട്ടിൽ. ഒരു സ്ത്രീ എന്ത് ചെയ്തു, പരിമിതമായ വസ്ത്രം ധരിച്ചു. അതിൽ എന്താ വിഷയം? അന്യരുടെ മുമ്പിൽ ജിൽബാബാണ് ഈ പറഞ്ഞതാണ് ഡ്രസ്സ്, അന്യരുടെ മുമ്പിൽ. ഞാൻ എന്താ പറഞ്ഞത്, തശബ്ബുഹിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റുള്ളവരുടെ മതവേഷങ്ങൾ അതിനോട് സാദൃശ്യമാകാൻ പാടുള്ളതല്ല ജിൽബാബ്. അതാണ് അതിൻ്റെ മറ്റൊരു ഷർത്ത്. പിന്നെ ശുഹ്റത്തിൻ്റെ ഡ്രസ്സാകാൻ പാടുള്ളതല്ല. എന്താ ശുഹ്റത്തിൻ്റെ ഡ്രസ്സ്? പേരെടുക്കാൻ, പ്രശസ്തി നേടാനുള്ള ഡ്രസ്സാകാൻ പാടില്ല. എന്താ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ശുഹ്റത്തിൻ്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മദല്ലത്തിൻ്റെ അപമാനത്തിൻ്റെ ഡ്രസ്സ് ധരിപ്പിക്കും, എന്നിട്ട് നരകത്തിൽ കത്തിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഈ ശുഹ്റത്തിൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ജിൽബാബ് ഒരു നാട്ടിൽ അറിയപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും ആ ജിൽബാബിൽ ഉണ്ടല്ലോ പിന്നെ അതനുസരിച്ച് ധരിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഡ്രസ്സ് ധരിക്കുക. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, പേരെടുക്കുക, പ്രശസ്തി നേടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ജിൽബാബ് തന്നെയാണ്. പക്ഷേ ആ ജിൽബാബ് പിന്നെ ഈ രീതിയിൽ, ഇപ്പം ചില നാട്ടിലൊരു ജിൽബാബ് ഉണ്ടാവും, ആ ജിൽബാബ് ആയിക്കൊള്ളുന്നില്ല മറ്റൊരു നാട്ടിൽ പ്രസിദ്ധം. ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഈ സ്ത്രീകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ആളുകൾക്കിടയിൽ ഞാനൊരാളാകാൻ, അറിയപ്പെടാൻ, ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ ധരിക്കുകയാണെങ്കിൽ അതാണ് ലിബാസ് ഷുഹ്റ. അതുകൊണ്ടാണ് ചിലർ പിന്നെ ഇറാഖുകാരുടെ ഡ്രസ്സ് അത് എന്ത് ചെയ്തു, മക്കയിൽ അത് അറിയപ്പെട്ട ഡ്രസ്സേ അല്ല. ഒരാളങ്ങനെ മക്കയിൽ ധരിച്ചപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ അത് അവിടെ ധരിച്ചോ, പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ ധരിക്കേണ്ടെന്ന് പറഞ്ഞ് വിലക്കിയത്. കാരണം എന്താ, ആ ഡ്രസ്സ് ധരിക്കുന്നത് എന്തിനാണ്? അയാൾ പ്രത്യേകം താൻ നോക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്, താൻ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതൊരു തരം ലോകമാന്യതയുടെ പ്രകടനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പേരെടുക്കാനുള്ള ഇത്തരം ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അപമാനത്തിൻ്റെ ഡ്രസ്സ് അള്ളാഹു അന്ത്യനാളിൽ ധരിപ്പിക്കും, പിന്നെ നരകത്തിൽ കത്തിക്കും എന്ന് പറഞ്ഞു. ഇപ്പം എത്ര പറഞ്ഞു? 7 അല്ലേ? 7 ഷർത്ത്. ജിൽബാബ് അതിൻ്റെ വിഷയമാണത്. ഈ ഷർത്തുകൾ ഒത്തിട്ടുണ്ടെങ്കിൽ അതാണ് ജിൽബാബ്. അത് ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അന്യരുടെ മുന്നിലാണെങ്കിൽ ആ ഡ്രസ്സ് അതാണ് അവർക്ക് ഷറാക്കപ്പെട്ട ഡ്രസ്സ്. യുദ്നീൻ അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ദാലിക അദ്നാ ഇൻ യുറഫ്ന. ഇതാണ് ഏറ്റവും ആ സ്ത്രീകൾ ഉണ്ടല്ലോ, ഈ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാകട്ടെ പെൺമക്കളാകട്ടെ വിശ്വാസിക സ്ത്രീകളാകട്ടെ അവർ തിരിച്ചറിയപ്പെടാനും ഫലാ യുദൈൻ ദ്രോഹിക്കപ്പെടാതിരിക്കാനും കരണീയമായത്, യോജിച്ചത്. വക്കാന അല്ലാഹു ഗഫൂറ റഹീമ. അപ്പോൾ ഒരു ചോദ്യം, ഈ ജിൽബാബ് ധരിക്കാതെ ഇത്രയും കാലം കഴിഞ്ഞല്ലോ, അത് വിഷയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാണ്, റഹീമാണ് അത്തരക്കാരുടെ വിഷയത്തിൽ. ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ്. അത് ഇനിയിപ്പോൾ നോമ്പ് അല്ലേ, നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ പറയാം. ജിൽബാബിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, പ്രത്യേകിച്ച് മസാലകൾ.